പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 37:7 അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങൾ എനിക്ക് തന്നെയും അതുപോലെ പലരും വന്ന് പങ്കുവയ്ക്കാറുള്ളൊരു കാര്യമാണ്, അച്ഛാ ഭയങ്കര പ്രശ്നമാണ്. അതായത് അയൽവാസികൾ ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഇനി എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ അറിയില്ല അച്ഛാ. അപ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. പലരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. രണ്ട് രീതിയിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ അതിനെ അഭിമുഖീകരിക്കാൻ പറ്റും. ഒന്ന്, ആ പ്രശ്നത്തിലേക്ക് നോക്കി അയ്യോ ഇനി എന്താണോ സംഭവിക്കുന്ന ടെൻഷൻ, അത് ആകെ ബഹളം, അവസാനം ഡിപ്രഷൻ. ഇനി വേറെ ചിലർ അവരുടെ ജീവിതത്തിൽ 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളുടെ മുൻപിൽ ഈ പ്രശ്നങ്ങളിലൂടെയും തങ്ങളെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്ന കുറച്ച് ജനതയെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമാണ്. ഞാൻ അവരിൽ നിന്നാണ് ശരിക്കും പഠിക്കുന്നത് സഹോദരങ്ങളെ. ഓരോ ഇഷ്യൂസൊക്കെ നമുക്ക് ഇടവകളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് അച്ഛൻ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇമോഷൻസിനൊക്കെ ശരിക്കും ട്രിഗർ ചെയ്യാന്ന് പറയില്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ അസ്വസ്ഥപ്പെടുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒറ്റയ്ക്കിരിക്കും. എന്തെന്നില്ലാത്ത ഒരു ആശ്വാസത്തിൻ്റെ അനുഭവം പരിശുദ്ധ കുർബാന നമുക്ക് തരും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 6:51 പറയുന്നില്ലേ, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പ്രിയ സഹോദരൻ, ശരിക്ക് ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാ. ചിലപ്പോഴൊക്കെ നമുക്ക് തോറ്റ പോയതുപോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ വി ആർ ഹ്യൂമിലിയേറ്റഡ്, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുൻപിലിരിക്കുന്നവനാണോ നീ? കർത്താവിൽ ആശ്രയിക്കുന്നവനാണോ? കർത്താവ് ഇന്ന് നീ തോറ്റു എന്ന് നിനക്ക് തോന്നിയാലും നാളെ കർത്താവ് ആ തോൽവിയിൽ നിന്നും കർത്താവ് നിനക്ക് വിജയം തരും. അത്തരത്തിലുള്ളൊരു അഭിഷേകം ഈശോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.